ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 161 ചന്ദനവടി. ഭാഗം 161 ചന്ദനവടി ഇവിടെ ആരംഭിക്കുന്നു. ഒരിക്കൽ മാവേലിക്കരയിൽ നിന്നും ഒരു ഭ്രാന്തനെ കുറച്ചുപേർ കൂടി ഒരു വള്ളത്തിൽ ശിവഗിരിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. വലിയ തുരപ്പിൽ നിന്നും ശിവഗിരിയിലേക്ക് കയറുന്ന കൽപ്പടവിന് മുന്നിൽ ആ വള്ളം നിർത്തി. എങ്കിലും ആ ഭ്രാന്തൻ വള്ളത്തിൽ നിന്നും ഇറങ്ങുവാൻ കൂട്ടാക്കിയില്ല. കൂടെയുണ്ടായിരുന്നവർ വളരെ പരിശ്രമിച്ചിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. ആ ഭ്രാന്തൻ നല്ല കായശേഷിയുള്ളവനും അക്രമ സ്വഭാവമുള്ളവനുമായിരുന്നു. അതുകൊണ്ട് അയാളെ ബലം പ്രയോഗിച്ച് വള്ളത്തിൽ നിന്നിറക്കുവാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല. കൂടെ വന്നവർ ആകെ വിഷമിച്ചു. ആ വേളയിൽ ശിവഗിരിയിലെ കണ്ണപ്പസ്വാമിയെ അവർ കണ്ടു. തങ്ങളുടെ നിസ്സഹായ അവസ്ഥയും സങ്കടവും അവർ സ്വാമികളോട് പറഞ്ഞു. കണ്ണപ്പസ്വാമി നേരെ പർണശാലയിലെത്തി ഗുരുദേവനെ ആ വിവരം അറിയിച്ചു. എന്നാൽ ഗുരുദേവൻ അതിനെന്തെങ്കിലും മറുപടി പറയുകയുണ്ടായില്ല. അല്പനേരത്തിനുള്ളിൽ കടവിൽ നിന്ന് ഒരലർച്ച എല്ലാവർക്കും കേൾക്കുവാനായി. ആ ഭ്രാന്തൻ അലറിക്കൊണ്ട് പർണശാലയിലേക്ക് ഓടി വരികയായിരുന്നു. പിന്നാലെ അയാളെ കൂട്ടിക്കൊണ്ടു വന്നിരുന്നവരും. അന്ന് പർണശാലയ്ക്ക് തൊട്ട് പടിഞ്ഞാറ് വശത്തായി ഉയരമില്ലാത്ത ഒരു മതിലുണ്ടായിരുന്നു. ആ മതിലിൻ്റെ വാതിലിനോട് ചേർന്ന് അന്യർക്ക് പ്രവേശനമില്ല എന്നൊരറിയിപ്പ് എഴുതിയും വച്ചിട്ടുണ്ടായിരുന്നു. ഓടി വന്ന ഭ്രാന്തൻ മതിലിനടുത്തെത്തിയിട്ട് പെട്ടെന്ന് നിന്നു. എന്നിട്ട് ആ അറിയിപ്പ് 2-3 ആവർത്തി ഉറക്കെ വായിച്ചു. അപ്പോൾ ഗുരുദേവൻ അയാളെ അടുക്കലേക്ക് വിളിച്ചു. അത് കണ്ടിട്ട് കൂടെ ഉണ്ടായിരുന്നവർക്ക് പരിഭ്രമമായി. അയാൾ എന്തെങ്കിലും അവിവേകം കാട്ടുമോ എന്നായിരുന്നു അവരുടെ പേടി. അടുത്ത് വന്ന് ശാന്തനായി നിന്ന അയാളോട് ഗുരുദേവൻ ചോദിച്ചു, "നിന്റെ പേരെന്താണ്?" ഭ്രാന്തൻ: "ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്." ഗുരുദേവൻ: "മഹാരാജാവിൻ്റെ സ്വദേശം എവിടെയാണ്?" ഭ്രാന്തൻ: "ബ്രഹ്മലോകം." "ഓ, അങ്ങനെയാണോ?" എന്ന് പറഞ്ഞിട്ട് ഗുരുദേവൻ ഒരു അന്തേവാസിയോട് ഇങ്ങനെ ആജ്ഞാപിച്ചു, "അകത്തിരിക്കുന്ന ചന്ദനവടി എടുത്തുകൊണ്ടുവരണം." അന്തേവാസി ഉടൻ അകത്തുപോയി വടിയും എടുത്തു വന്നു. തൃപ്പാദങ്ങൾ ആ വടി വാങ്ങിയപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു, "എൻ്റെ തലയിൽ അടിക്കണം." എല്ലാവരും ആ രംഗം കണ്ട് വീർപ്പടക്കി നിൽക്കുകയായിരുന്നു. ഗുരുദേവൻ കൈ നീട്ടണമെന്ന് ആജ്ഞാപിച്ചു. തൽക്ഷണം അയാൾ കൈ നീട്ടി. ഗുരുദേവൻ ചെറുതായി 3 അടി കൊടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ നിലത്ത് മറിഞ്ഞു വീണു. ഞരങ്ങുകയും മൂളുകയും ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് ബോധവുമില്ലാതെയായി. കുറച്ചു സമയം അയാൾ അങ്ങനെ തന്നെ കിടന്നു. കമണ്ടലുവിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് ഗുരുദേവൻ അയാളുടെ മുഖത്ത് കുടഞ്ഞു. അയാൾ അപ്പോൾ എഴുന്നേറ്റിരുന്നു. ഗുരുദേവൻ കുടിക്കുവാൻ കുറച്ച് വെള്ളമെടുത്തു കൊടുത്തു. അത് വാങ്ങി മുഴുവൻ കുടിച്ചതിന് ശേഷം ഗുരുദേവനെ അയാൾ സാഷ്ടാംഗം നമസ്കരിച്ചു. അയാളുടെ കൂടെ വന്നിരുന്നവരെ ചൂണ്ടിക്കാട്ടി ഗുരുദേവൻ ചോദിച്ചു, "നീ ഇവരെയൊക്കെ അറിയുമോ?" അയാൾ തല കുലുക്കി. ദിവസങ്ങൾക്കുള്ളിൽ അയാളുടെ അസുഖം ഭേദമായി. ശരണമാകണേ 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 പരമസദ്ഗുരോ. രോഗദുരിതങ്ങൾ നീക്കി ഞങ്ങളെ എന്നും അവിടുന്ന് രക്ഷിച്ചിടണേ. രോഗദുരിതങ്ങൾ നീക്കി ഞങ്ങളെ എന്നും അവിടുന്ന് രക്ഷിച്ചിടണേ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 161 ചന്ദനവടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.